പ്രൈസ് ദി ലോർഡ്. കേൾക്കാമല്ലോ അല്ലെ? എല്ലാവർക്കും കേൾക്കാമല്ലോ. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് ഈ അനുഗ്രഹീതമേറിയ ഈ പ്ലാറ്റ്ഫോമില് നിങ്ങളോടൊത്ത് നിങ്ങളെല്ലാം എനിക്ക് ഫേസ് കണ്ടിട്ട് എല്ലാവരും അപരിചിതരാണ്. എങ്കിലും ക്രിസ്തുവിൽ നാം എല്ലാം ഒന്നാണെന്നുള്ള തിരുവചനം നമ്മെ ഓർപ്പിക്കുന്നല്ലോ. ആ ഒരപ്പന്റെ മക്കൾ ഒരപ്പത്തിന്റെ അംശികളും ലേഖകരൊക്കെ എഴുതുമ്പോ സഹോദരന്മാരെ എന്നാണ് എഴുതിയിട്ടുള്ളത്. അപ്പം അത് വീഡിയോ ഓഫ് ആണോ? എനിക്ക് തോന്നുന്നു നെറ്റ്വർക്കിന്റെ ചെറിയ പ്രശ്നങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ഈ ലേഖനം എഴുതിയ ദൈവത്തിന്റെ ദാസന്മാരൊക്കെ അവിടെ എഴുതുന്നത് സഹോദരന്മാരെ എന്ന് വിളിച്ചാണ് എഴുതുന്നത്. അപ്പൊ അതിനകത്ത് അർത്ഥമാക്കുന്ന ഒരു കാര്യം, നമുക്കൊരു പിതാവും ഒരു പരിശുദ്ധാത്മാവും ഒരു ദൈവവും ഒരു സ്വർഗം ഉള്ളൂ എന്നാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അപ്പം നാം എല്ലാം ക്രിസ്തുവിൽ സഹോദരങ്ങളാണ്. ഇന്നിങ്ങനെ ഈ പ്ലാറ്റ്ഫോമിൽ ആയിരിക്കാൻ കർത്താവ് തന്ന കൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ പേര് സജി എബ്രഹാം എന്നാണ്. എൻ്റെ വീട് കോട്ടയം ജില്ലയിലെ പാമ്പാടി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇന്നലെ ഇങ്ങനെ അവിചാരിതമായി ഞാൻ ഇന്നലെ അവിടുത്തെ അസംബ്ലീസ് ഹോൾ ചർച്ചിൽ ഇന്നലെ പകലും വൈകിട്ടും ഞാൻ ശുശ്രൂഷിച്ചിരുന്നു. അതിനോടുള്ള ബന്ധത്തിലാണ് ഈ കർത്താവിന്റെ ദാസൻ ഇന്നലെ വിളിക്കുകയും ഇങ്ങനൊരു മീറ്റിംഗ് ഉണ്ട്, അല്പസമയം ദൈവനെ ശുശ്രൂഷിക്കാമെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ നമ്മളെ ഏൽപ്പിച്ചതും അതാണല്ലോ, നമ്മൾ ഇരിക്കുന്നു അതിനു വേണ്ടിയാണല്ലോ. കർത്താവിന്റെ രാജ്യം നാം ഒരു അനുഗ്രഹമായി മാറണം, അനേകർക്ക് ആശ്വാസമായി മാറണം, സമാധാനവും വിടുതലുമായി തീരണമെന്നുള്ള ഒരു ആഗ്രഹം ദൈവമക്കൾക്കുണ്ടല്ലോ. കർത്താവ് നമ്മെ ഇന്ന് രാത്രി അനുഗ്രഹിക്കട്ടെ. മറ്റാമുഖങ്ങളൊന്നും പറഞ്ഞ സമയം കളയാൻ താല്പര്യപ്പെടുന്നില്ല. ഇന്ന് രാത്രി നമുക്ക് 1-2 വേദവാക്യങ്ങൾ നമുക്ക് വായിക്കാം. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 19-20 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 19-20 വാക്യം. രാജാവ് അവരോട് സംസാരിച്ചാരെ അവരിൽ എല്ലാവരിലും വെച്ച് ദാനിയേൽ, ഹനന്യാവ്, മിശായേൽ, അസര്യാവ് എന്നിവർക്ക് തുല്യമായി ഒരുത്തനെയും കണ്ടില്ല. അവർ രാജസന്നിധിയിൽ ശുശ്രൂഷയ്ക്ക് നിന്നു. രാജാവ് അവരോട് ജ്ഞാനവിവേക സംബന്ധമായി ചോദിച്ചതിൽ ഒക്കെയും അവരെ തന്റെ രാജ്യത്തെല്ലാടുമുള്ള സകല മന്ത്രവാദികളിലും ആഭിചാരകന്മാരിലും 10 ഇരട്ടി വിശിഷ്ടരെന്ന് കണ്ടു. മതി. അനുഗ്രഹിക്കപ്പെട്ട തിരുവചന ഭാഗത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവിന്റെ ദാസൻ മുഖവരിയായി പറഞ്ഞപ്പോൾ ഈ വന്ന കാലഘട്ടത്തെ കുറിച്ചൊക്കെ ഒന്ന് തൊട്ടു പോകാനിടയായി തീർന്നു. നമുക്കറിയാം, എന്നത്തേതിലും നമ്മൾ ആയിരിക്കുന്ന ഈ കാലഘട്ടം എന്ന് പറയുന്നത് വളരെ അഭക്തി നിറഞ്ഞ, അനീതി നിറഞ്ഞ, മ്ലേച്ഛത നിറഞ്ഞ ഒരു, എനിക്ക് തോന്നുന്നു വർത്തമാനപത്രം നമ്മൾ രാവിലെ കൈ കിട്ടുമ്പം മീഡിയയുടെ മുമ്പിലൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് സന്തോഷിക്കാൻ വക നൽകുന്ന ഒന്നുമില്ല. നമ്മളെ വേദനിപ്പിക്കുന്ന, നമ്മളെ ദുഃഖിപ്പിക്കുന്ന വാർത്തകളാണ് ഓരോ ദിവസവും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ലോകത്തിന്റെ മാത്രമല്ല, നമ്മുടെ ആധ്യാത്മിക മേഖലയിലും നമ്മൾ കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും ഒക്കെ ഇരിക്കുന്നത് ഈ ഭക്തിമാർഗത്തിനകത്ത് വളരെ അഭക്തി നിറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഈ അഭക്തി നിറഞ്ഞ ഈ ലോകത്തിൽ ഭക്തിയോടെ ജീവിപ്പാൻ കൃപ നൽകുന്ന ഒരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തലനായിരിക്കുന്ന നമ്മുടെ കർത്താവ് ഭൂമിയിലായിരുന്നപ്പം പറഞ്ഞു, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകണമെന്ന് പറഞ്ഞു. കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകണമെന്ന് പറഞ്ഞു. അതിനൊക്കെ ഒത്തിരി അർത്ഥതലങ്ങളുണ്ട്, അർത്ഥവ്യാപ്തിയുണ്ട്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ധന്യനായ പൗലോസ്ലിയെ ഇപ്രകാരം പറഞ്ഞു, ഈ വന്ന കാലഘട്ടത്തെ കുറിച്ച് പറഞ്ഞു, വക്രതയും കോട്ടവുമുള്ള ഒരു തലമുറ. അപ്പം ആ തലമുറയുടെ നടുവിൽ ദൈവത്തിന്റെ മക്കൾ എങ്ങനെ ജീവിക്കണമെന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്. അന്യന്യരും പരമാർത്ഥ ഹൃദയമുള്ളവരായി ജീവിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട്
പൗലോസ് പറയാണ്, ജീവന്റെ വചനത്തെ പ്രമാണിച്ച് ജ്യോതിഷുകളെ പോലെ നിങ്ങൾ പ്രകാശിക്കണം. സ്തോത്രം. അപ്പൊ ഈ ദൈവത്തിന്റെ വചനം ജീവനുണ്ട്. ജീവനുള്ള വചനം ഇത് കേൾക്കുക മാത്രമല്ല, ഇത് വായിക്കുക മാത്രമല്ല, ഇത് പ്രസംഗിക്കുക മാത്രമല്ല, ഇത് പ്രമാണിച്ച് ജ്യോതിഷുകളെ പോലെ എന്ത് ചെയ്യണം? പ്രകാശിക്കണം. ഞാനിത് വായിച്ചതായിരിക്കുന്ന ആ വേദഭാഗത്തിൽ 3-4 പേരെ കുറിച്ച് നമ്മളവിടെ വായിക്കുന്നുണ്ട്. ദാനിയേൽ, ഹനന്യാവ്, മീശയേൽ, അസരിയാവ് എന്നിവർക്ക് തുല്യനായ ഒരുത്തനെയും കണ്ടില്ല എന്ന് പറഞ്ഞാൽ, എനിക്കൊന്ന് യേശു കർത്താവ് പറഞ്ഞതുപോലെ ഭൂമിയുടെ ഉപ്പായി, ലോകത്തിന്റെ വെളിച്ചമായി, വക്രതയും കോട്ടവുമുള്ള അനീതിയും അനാചാരവും വിഗ്രഹാരാധനയൊക്കെ നിറഞ്ഞ ഒരു സാമ്രാജ്യത്തിൽ ജീവന്റെ വചനം പ്രമാണിച്ച്, പ്രൈസ് ദി ലോർഡ്, ജ്യോതിഷുകളെ പോലെ പ്രകാശിച്ച ഒരു ചെറിയ കൂട്ടം, ചെറിയൊരു സമൂഹം, അവരെ കുറിച്ച് നമ്മൾ അല്പം മിനിറ്റുകൾ ചിന്തിക്കാനായിട്ട് പോകുകയാണ്. വളരെ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ദൈവസന്നിധിയിൽ ഇന്ന് നമുക്കായിരിക്കാം. ഈ തിരുവചനം നമുക്ക് ആശ്വാസമായി, വിടുതലായി, അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അപ്പൊ അങ്ങനെ ശോഭിച്ചതായിരിക്കുന്ന ഒരു സമൂഹം, പ്രൈസ് ദി ലോർഡ്. ഇവിടെ നമുക്ക് കാണുന്നു ദാനിയേൽ, ഹനന്യാവ്, മീശയേൽ, അസരിയാവ്, 4 പേരുടെ പേര് അവിടെ പറയുന്നത്. എനിക്കൊന്ന് 10 പേരിലൂടെ എടുത്താൽ എണ്ണാനുള്ള സംഖ്യ ഇവരില്ല. വേറെ എബ്രായ ബാലന്മാരെ കുറിച്ചൊക്കെ അധ്യായത്തിൽ പറയുന്നുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നില്ല ഇവരെ ഒരു ന്യൂനപക്ഷം എന്നൊന്നും വിളിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്തോത്രം. ഒരു ചെറിയ സമൂഹം എന്ന് പറഞ്ഞാൽ ഒരു വലിയ ഭൂരിപക്ഷത്തിന്റെ നടുവിൽ ഒരു ചെറിയ സമൂഹം, പ്രൈസ് ദി ലോർഡ്. അപ്പോ നമുക്കറിയാം, ഈ വലിയ ഭൂരിപക്ഷത്തിന്റെ നടുവിൽ ഒരു ചെറിയ സമൂഹമായി ദൈവത്തെ സേവിക്കുമ്പോൾ ഭയപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട്, അല്ലേ? പ്രൈസ് ദി ലോർഡ്. ഞാനിങ്ങനെ ചിന്തിക്കുക, പലപ്പോഴും നമ്മൾ ചിന്തിക്കും 100 പേരുള്ള ചർച്ചിൽ, 200 പേരുള്ള ചർച്ചിൽ, 500 പേരുള്ള ചർച്ചിൽ ഇതെല്ലാം തമ്പുരാനുള്ളതാണെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. എനിക്ക് തോന്നുന്നു തമ്പുരാന്റെ അരിപ്പയ്ക്കകത്തൂടെ വരുമ്പോൾ തമ്പുരാന് വേണ്ടത് ഭക്തിയുള്ള, ദൈവകൃപയുള്ള, ദൈവിക വിശുദ്ധിക്ക് വേണ്ടി, ദൈവിക നീതിക്ക് വേണ്ടി, ദൈവമഹത്വത്തിനായി നിലനിൽക്കുന്ന ഇതിനകത്ത് ചെറിയൊരു സമൂഹം എവിടെയും നമുക്ക് കാണാനായിട്ട് പറ്റും. പ്രൈസ് ദി ലോർഡ്. അപ്പം വലിയൊരു ഭൂരിപക്ഷത്തിന്റെ നടുവിൽ ഒരു ചെറിയ സമൂഹം, ഞാൻ പറഞ്ഞതുപോലെ ഭയപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഞാൻ ഒരു ഭൂരിപക്ഷം വിശ്വാസം ഉള്ള ഒരു കുടുംബത്തിൽ ദൈവത്തെ സേവിക്കുന്ന ഒരു വ്യക്തിയല്ല. ഞാനൊരു യാക്കോബായ കുടുംബത്തിൽ നിന്ന്, എൻ്റെ അപ്പന്മാരെല്ലാം കള്ളടിച്ച് തീർന്ന ഒരു കുടുംബമാണ്. മദ്യപാനികളാണ് ഞങ്ങളുടെ പിതാക്കന്മാരെല്ലാം. ഞങ്ങൾ 7 മക്കളാണ്. അതിൽ ഏറ്റവും ഇളയവനാണ് ഞാൻ. ഞങ്ങളുടെ പിതാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെച്ച കഞ്ഞി കുടിപ്പിക്കാത്ത ഒരു മനുഷ്യനായിരുന്നു. സ്തോത്രം. എന്നാൽ അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ ഞാൻ വളർന്നെങ്കിലും പള്ളിയുമായിട്ടുള്ള ബന്ധത്തിലും ഭക്തിമാർഗത്തിലും അതിൻ്റെതായ ഭക്തിമാർഗത്തിൽ വളർന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ വീടൊരു ബാറ് പോലെയായിരുന്നു. ഇവിടെ മദ്യമില്ലാത്ത ഒരു ദിവസവും ഇല്ലായിരുന്നു. എങ്കിലും എൻ്റെ ചെറുപ്പം മുതൽ എന്തോ തമ്പുരാൻ അതിൽ നിന്നൊക്കെ ദൈവം എന്നെ വേർതിരിച്ച് ഇന്ന് വരെ മദ്യം തൊട്ടിട്ടില്ല, ഒരു സ്മോക്ക് ചെയ്യാൻ ദൈവം ഇടയാക്കിയിട്ടില്ല. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ ജനിച്ചെങ്കിലും ഒരു ക്രിസ്തീയ പശ്ചാത്തലത്തിൽ ഞാൻ ജനിച്ചു വളർന്നു. എൻ്റെ ഒരു ആഗ്രഹം യാക്കോബയിൽ ഒരു പുരോഹിതനാകണം, ഒരു അച്ഛനാകണോ എന്നൊക്കെ ഉള്ള ഒരു ആഗ്രഹമായിരുന്നു എൻ്റെ ആഗ്രഹം. എന്നാല് 18ാമത്തെ വയസ്സിൽ, സ്തോത്രം, ഞങ്ങളുടെ ദേശത്ത് ഒരു വലിയ റിവൈവൽ ഉണ്ടായി. ഒരു ഉണർവുണ്ടായ സമയത്ത് അതിന്റെ ഒരു ഭാഗമാണ് ഞാനും. എൻ്റെ 18ാമത്തെ വയസ്സ് യേശു കർത്താവിന് വേണ്ടി എൻ്റെ ഹൃദയം കൊടുക്കുവാൻ ദൈവം എനിക്ക് അവസരം നൽകി. യേശു കർത്താവിന്റെ ജീവിതത്തിലേക്ക് വന്നു. പ്രൈസ് ദി ലോർഡ്. അത് എൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ, ഞങ്ങളുടെ കുടുംബത്തിലും സമൂഹത്തിലും ദേശത്തിലും വലിയ ഒരു അനുഭവമായി മാറുവാൻ കർത്താവ് ഇടയാക്കി. ഞാൻ ഇത്ര വർഷമായി ദൈവത്തെ സേവിക്കുന്നെങ്കിൽ ഇന്നും എൻ്റെ കുടുംബത്തിൽ വിരലേലെണ്ണാനുള്ള സംഖ്യ ദൈവത്തെ സേവിക്കുന്നവരായിട്ടില്ല. ഇന്നെൻ്റെ മാതാവ് ദൈവകൃപയിലേക്ക് വന്നു. മാതാവ് ഇന്ന് നിത്യതയിൽ വിശ്രമിക്കുന്നു. എൻ്റെ ചേട്ടൻ കുടുംബമായി വിശ്വാസത്തിലേക്ക് വന്നു. ജ്യേഷ്ഠൻ്റെ ഒരു മോൻ ഇന്ന് ശുശ്രൂഷയിലുണ്ട്. എങ്കിലും ഞാൻ പറഞ്ഞത്, ഒരു ദൈവത്തെ അറിയാത്ത അല്ലെങ്കിൽ ഈ ലോകത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു വലിയ സമൂഹത്തിന്റെ നടുവിൽ ഒറ്റയ്ക്കായി ഒരു ചെറിയ സമൂഹമായി ദൈവത്തെ സേവിക്കുമ്പോൾ പലവിധമായ വെല്ലുവിളികൾ, പ്രതിസന്ധികൾ ഒക്കെ ഉയരാനുള്ള സാധ്യതകളുണ്ട്. ഞങ്ങൾ അത് അഭിമുഖീകരിച്ചിട്ടുണ്ട്.
എന്നാൽ എന്റെ കൂടെ ആ കാലഘട്ടങ്ങളിൽ ഇറങ്ങി തിരിച്ച നല്ലൊരു സമൂഹം പിന്മാറിപ്പോയി. കാരണം ഞങ്ങളൊക്കെ അന്ന് കയറി വരുമ്പം വെച്ച ആഹാരം പട്ടിക്ക് എടുത്ത് കൊടുക്കും. ഒരു യോഗത്തിന് പോകുന്ന പാത്തും പതുങ്ങിയൊക്കെ പോകുന്ന ഒരു കാലമുണ്ട്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഞാൻ പറയട്ടെ, ആ കാലഘട്ടത്തിൽ ഇറങ്ങി തിരിച്ച നല്ലൊരു സമൂഹം പിന്മാറിപ്പോയി. എന്നാൽ ഞങ്ങൾ പിടിച്ചു നിന്ന 3 പേരാ. ഞാൻ പറഞ്ഞു വന്നതിന്റെ കാര്യം എന്താണെന്നറിയാമോ? സ്തോത്രം. ഈ വലിയൊരു ഭൂരിപക്ഷത്തിന്റെ നടുവിൽ ഈ ബാബേൽ സാമ്രാജ്യത്തിൽ വലിയ വെല്ലുവിളിയുള്ള, വലിയ പ്രതിസന്ധിയുള്ള, നമുക്കറിയാം ഇവരുടെയൊക്കെ വെല്ലുവിളിയുടെ മുമ്പിൽ നമ്മുടെ വെല്ലുവിളി എന്നൊന്നും പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവരുടെയൊക്കെ പ്രതിസന്ധി, ഇവരഭിമുഖീകരിച്ച പ്രതിസന്ധിയുടെ മുമ്പിൽ നമ്മുടെ പ്രതിസന്ധി എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. കാരണം എന്താ? സിംഹത്തിന്റെ കൂടെ എരിയുന്ന തീച്ചൂള, മിന്നിത്തിളങ്ങുന്ന വാള്, അതിന്റെ ഒക്കെ മുമ്പിൽ പ്രൈസലോ ആശങ്കയില്ലാതെ, ഭയമില്ലാതെ, നിരാശയില്ലാതെ, പെറുപെറുപ്പില്ലാതെ നമ്മളൊക്കെ എവിടെയൊക്കെയോ പറഞ്ഞതുപോലെ ഇറങ്ങിപ്പോകണ്ടായിരുന്നു. എന്തിനാ ഇറങ്ങിപ്പോയി? അങ്ങനെ പോലും ഒരു സ്റ്റേറ്റ്മെന്റ് അവർ പറയാതെ പ്രൈസലോ അനുദിനം ദൈവകൃപയിൽ വർദ്ധിച്ച് ദൈവത്തിന്റെ മഹത്വത്തിനായി ജീവിച്ച ഒരു ചെറിയ സമൂഹം. അങ്ങനെയുള്ള സമൂഹത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഇന്നും അങ്ങനെയുള്ള മിഷണറിമാർ, അങ്ങനെയുള്ള ദൈവത്തിന്റെ ദാസീദാസന്മാർ അവിടെ എവിടങ്ങളിലൊക്കെ ദൈവത്തെ സേവിക്കുന്നത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഞാൻ ഈ വടക്കേണ്ടിയിലൊക്കെ കഴിഞ്ഞിടയ്ക്ക് കുറച്ചു നാൾ മുമ്പ് ഒരു ഡോക്ടർ ജോ എന്ന് പറഞ്ഞൊരു മിഷണറിയെ പരിചയപ്പെട്ടു. രാജസ്ഥാൻ. വളരെ വർഷങ്ങൾക്ക് മുമ്പ് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയ മനുഷ്യൻ. അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. അദ്ദേഹത്തിന് ആരോ ഒരു ആംബുലൻസ് കൊടുത്ത ആംബുലൻസ് പഴയ ആംബുലൻസാ. പല സ്ഥലത്ത് വരുമ്പോൾ നിന്നു പോകും. ആ മനുഷ്യൻ പറയുന്ന ഒരു കാര്യം, ഇറങ്ങി തള്ളണം. പലപ്പോഴും സാക്ഷ്യം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഞങ്ങളുടെ വണ്ടി ഗ്രീസ് കൊണ്ട് ഓടുന്നതല്ല, ഗ്രേസ് കൊണ്ട് ഓടുന്നതാണെന്ന്. പ്രൈസലോ. അപ്പൊ ഞാനിങ്ങനെ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഹൈ ക്വാളിഫൈഡ് ആയിരിക്കുന്ന, അല്ലെ മെഡിസിനും കഴിഞ്ഞ് PGയും കഴിഞ്ഞ് കർത്താവ് വേലയ്ക്ക് വേണ്ടി വിളിച്ചപ്പോൾ ഹല്ലേലൂയ, ആരും പോകാത്ത സ്ഥലത്ത് കർത്താവിനെ ഉയർത്താൻ വലിയ വെല്ലുവിളികളുടെ പ്രതിസന്ധികളുടെ നടുവിൽ ജീവനോ മരണമോ, നമ്മൾ പാടുന്നത് പോലെ ഏതായാലും സമ്മതമാണെന്ന് കർത്താവെ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുത്ത് കർത്താവിന് വേണ്ടി ശോഭിക്കുന്ന അനേക ഭക്തന്മാരുണ്ട്. അവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞാൻ പറഞ്ഞത്, ഒരു വലിയ ഭൂരിപക്ഷത്തിന്റെ നടുവിൽ ഒരു ചെറിയ സമൂഹമായ ദൈവത്തെ സേവിക്കുമ്പോൾ ഭയപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇവരെ നോക്കിക്കേ, ജീവിതത്തിൽ അവരുടെ മുഖത്തൊരു ഭയമില്ല. അവരുടെ ബോഡി ലാംഗ്വേജിലോ അവരുടെ സ്റ്റേറ്റ്മെന്റിലോ പ്രൈസലോ ഒരു അവരുടെ ജീവിതത്തിൽ യാതൊന്നും കാണാൻ പറ്റുന്നില്ല. എന്നാൽ അങ്ങനെയുള്ള ഒരു 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 സാമ്രാജ്യത്തിൽ അവർ ഉറച്ചു നിന്നതിന്റെ കാര്യം എന്താണെന്ന് അറിയാമോ? പ്രൈസലോ. ഈ ദാനിയേലിന്റെ പുസ്തകത്തിൽ തന്നെ 11-ാം അധ്യായത്തിൽ ഒരു വാക്യം ഇങ്ങനെയുണ്ട്: ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിൽക്കും, ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. വീര്യം പ്രവർത്തിക്കും. ഹല്ലേലൂയ. ഈ ദൈവത്തെ അറിയാതെ ദൈവത്തെ പിൻപറ്റുന്ന ഒരു സമൂഹമുണ്ട്. ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുന്നവരുമുണ്ട്, അറിയേണ്ടതുപോലെ അറിഞ്ഞ് ജീവിക്കുന്നവരുമുണ്ട്. പ്രൈസലോ. ഞാൻ ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ഈ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്നവര് ദൈവത്തെ അറിഞ്ഞ് ദൈവത്തെ പിൻപറ്റുന്നവരാണെന്ന് ഞാൻ ഇന്ന് രാത്രി പൂർണ്ണമായി വിശ്വസിക്കുക. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇവരെ ഉറച്ചു നിന്നതിന്റെ ഒരു കാരണം എന്താണെന്നറിയാമോ? അവരെ ഭരിച്ച ഒരു ചിന്തയുണ്ട്. എന്താണെന്നറിയാമോ? ഞങ്ങൾക്കൊരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾക്കൊരു ദൈവമുണ്ട്. നെബൂഖദ്നേസർ പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ ദൈവം. പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾക്കൊരു ദൈവമുണ്ട്. ദൈവങ്ങൾ എത്ര കോൺഫിഡന്റോടെ, എത്ര ഉറപ്പോടെ അവർ പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അവരെ നിലനിർത്തിയത് എന്താണെന്നറിയാമോ? വ്യതിചലിച്ചു പോകാതെ, പുറകോട്ട് പോകാതെ, പിന്മാറിപ്പോകാതെ ഉറച്ചു നിന്നതിന്റെ കാരണം എന്താണെന്നറിയാമോ? അവരുടെ ദൈവം അവരുടെ കൂടെ. പ്രൈസ് ദി ലോർഡ്. ഈ വേദപുസ്തക ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നതായിരിക്കുന്ന അനേക കാര്യങ്ങളുണ്ട്. നോഹയെ നോക്കിക്കഴിഞ്ഞാൽ നോഹയുടെ കൂടെ എത്ര പേരുണ്ടായിരുന്നു? നോഹ ഉൾപ്പെടെ 8 പേര്, അല്ലെ? 8 പേര്. ഓപ്പോസിറ്റ് നിൽക്കുന്ന വലിയ സമൂഹം നോക്കിയേ. വരാൻ പോകുന്ന വലിയ ന്യായവിധിയെ കുറിച്ച് ഘോരഘോരം പ്രസംഗിച്ചു, ജലപ്രളയത്തെ കുറിച്ചൊക്കെ പ്രസംഗിച്ചു. ആര് കേൾക്കാൻ? ആരനുസരിക്കാൻ? ആർക്കിത് വേണം? പ്രൈസ് ദി ലോർഡ്. അവരൊക്കെ നോഹയുടെ മുമ്പിൽ പല്ലിളിച്ച് നിൽക്കുക, ഭീഷണികൾ ഉയർത്തുക. ഞാനിങ്ങനെ ചിന്തിക്കുന്നു, അധൈര്യപ്പെടാൻ സാധ്യതയുണ്ട്. ഓപ്പോസിറ്റ് നിൽക്കുന്ന ഈ വലിയ സമൂഹത്തെ നോക്കിയിട്ട്, തന്റെ ചുറ്റുപാട് നോക്കിയിട്ട് എങ്ങനെ കാലെടുത്ത് വെക്കാൻ പറ്റും?
എങ്ങനെ തുടർമാനമായി ശുശ്രൂഷിക്കാൻ പറ്റും, എങ്ങനെ പെട്ടകം പണിക്ക് നാന്ദി കുറിക്കാനായിട്ട് പറ്റും, ഇനി തുടങ്ങിയാലും അതെങ്ങനെ പൂർത്തീകരിക്കാനായിട്ട് പറ്റും. നോഹ അധൈര്യപ്പെടാൻ കാര്യം എന്താണെന്നറിയാമോ? ദൈവം ഭോഷ്ക്ക് പറയുന്നവനല്ല. അവൻ ഉവ്വ ഉവ്വ എന്നും ഇല്ല ഇല്ല എന്നും. ഈ ദൈവം ഞങ്ങളുടെ കൂടെ, സ്തോത്രം, ദൈവം ഞങ്ങളുടെ കൂടെ എന്നൊരു ചിന്ത വരുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന എത്ര പേരുണ്ടെന്നുള്ള ഒരു വിഷയമല്ല. പ്രൈസ് ദി ലോർഡ്. അതുപോലെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. ഗിദെയോൻ അല്ലേ, തന്റെ ശത്രുരാജ്യം വെട്ടുക്കിളികളെ പോലെ പരന്നു കിടക്കുന്ന ഒരു സമൂഹം, ആ സമൂഹത്തിന്റെ നടുവിലേക്ക് ഇറങ്ങി പുറപ്പെടുന്നത്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം, അനുകൂലമുള്ള സ്ഥലത്ത് ദൈവത്തെ സേവിക്കുന്നതിന് വലിയ പ്രശ്നമൊന്നുമില്ല. എന്നാൽ അനുകൂലമല്ലാത്ത സ്ഥലത്ത് സുവിശേഷം പ്രസംഗിക്കുക, ദൈവത്തിന് വേണ്ടി നിൽക്കുക, ദൈവരാജ്യത്തിൽ ശോഭിക്കുക എന്നൊക്കെ പറയുന്നത് അതൊരു പ്രത്യേക തന്റെ ഇടവും നട്ടിലും ഒരു ആത്മനിറവ്, ഒരു ആത്മശക്തിയുള്ളവനെ അങ്ങനെ ദൈവരാജ്യത്തിൽ പ്രയോജനപ്പെടാനായിട്ട് പറ്റത്തുള്ളൂ. അവരുടെ ബോധ്യം എന്താണെന്ന് അറിയാമോ? ഞങ്ങളുടെ കൂടെ ദൈവം. ഗിദെയോൻ കാലെടുത്ത് വെച്ച് എന്റെ വിശ്വാസം എന്താണെന്നറിയാം, ഒരു ഉറപ്പിന്മേല ദൈവം എന്റെ കൂടെ. കർമ്മേൽ മലയിലേക്ക് നോക്കിക്കേ, ഏലിയാവിന്റെ കൂടെ എത്ര പേരുണ്ട്? ആരുമില്ല കേട്ടോ. കൂടെ പ്രാർത്ഥിക്കാൻ, കൂടെ സ്തോത്രം ചെയ്യാൻ, എൻകറേജ് ചെയ്യാൻ ആരുമില്ല. ഓപ്പോസിറ്റ് നിൽക്കുന്ന എത്ര പേരാ? 450 എണ്ണം. 850. ഹലോ, പ്രൈസ് ദി ലോർഡ്. ഓപ്പോസിറ്റ് നിൽക്കുന്ന വലിയൊരു സമൂഹം. ആ സ്ഥാനത്ത് ഞാനാണെങ്കിൽ, നമ്മളാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ഓപ്പോസിറ്റ് നിൽക്കുന്ന ഈ വലിയ സമൂഹത്തെ നോക്കിയിട്ട് എന്റെ ചുറ്റുപാടൂടെ ഒന്ന് നോക്കും. എങ്ങനെ മുകളിലോട്ട് നോക്കാൻ പറ്റും? എങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റും? എങ്ങനെ യാഗപീഠം പണിയാൻ പറ്റും? പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഏലിയാവിന് ഒരു കാര്യം അറിയാം, മുൻകാലങ്ങളിൽ കൂടെ നിന്ന ദൈവം അവൻ മാറുന്നവനല്ല, മാറ്റമില്ലാത്തവനാ. അവൻ എന്റെ കൂടെ. പ്രൈസ് ദി ലോർഡ്. ദൈവം എന്റെ കൂടെ എന്നൊരു ചിന്ത വന്നപ്പോൾ കർമ്മേമലയിൽ ഓപ്പോസിറ്റ് എത്ര പേരുണ്ടെന്നുള്ള ഒരു വിഷയമല്ല. ദൈവത്തിന് സ്തോത്രം. ഒരു ആട്ടിടയെ നേലാത്താഴ്വരയിലേക്ക് ഇറങ്ങി പുറപ്പെടുമ്പോൾ എന്റെ ചിന്ത, നമ്മളൊക്കെ ആണെങ്കിൽ ദൈവമക്കളെ സ്തോത്രം, എങ്ങനെ നിൽക്കും? ഒരു ഗോലിയാത്ത് മുമ്പിൽ നിൽക്കി. എന്നാൽ താൻ അധൈര്യപ്പെട്ടില്ല. കാരണം എന്താണെന്നറിയാമോ? തനിക്കൊരു ഉറപ്പുണ്ട്, ദൈവം എന്റെ കൂടെ. ദൈവമക്കളെ, വേദപുസ്തക ചരിത്രത്തിൽ മാത്രമല്ല, സഭാചരിത്രത്തിൽ എത്രയോ എക്സാമ്പിൾ നമുക്ക് പറയാൻ പറ്റും. വില്യം വിൽബർഫോഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ദൈവദാസനെ കുറിച്ച് ഞാൻ വായിച്ചു കേട്ടിട്ടുണ്ട്. വില്യം വിൽബർഫോഴ്സ്, അദ്ദേഹം ഉച്ചനീചത്വങ്ങളെ ഒക്കെ തുടച്ചു മാറ്റാൻ മുൻനിരയിൽ നിന്ന് പ്രവർത്തിച്ച ഒരു മനുഷ്യനാണ്. ആ മനുഷ്യൻ ശരീരത്തിൽ വളരെ ബലഹീനനാണ്. അദ്ദേഹം പ്രസംഗ പീഠത്തിലേക്ക് വരുമ്പോൾ ഒരു പത്രക്കാരൻ എഴുതി, കൊഞ്ചു പോലെ ഇരിക്കുന്ന ആ മനുഷ്യൻ, കൊഞ്ചു പോലെ ഇരിക്കുന്നെന്നാ പറയുന്നത്, കൊഞ്ചു പോലെ. എന്നാൽ പ്രസംഗിച്ചു തുടങ്ങുമ്പോൾ താൻ ഒരു തിമിംഗലമായി മാറുന്നെന്നാണ് പത്രക്കാർ ആ മനുഷ്യനെ കുറിച്ച് എഴുതിയത്. അതിന്റെ കാരണം എന്താണെന്നറിയാമോ? വില്യം വിൽബർഫോഴ്സിന്റെ കൂടെ ദൈവമുണ്ട്, ആ ദൈവകൃപയുണ്ട്. ഇന്ന് നമുക്കറിയാം, കാറയിലൊക്കെ ഇറങ്ങുന്ന കണ്ടു കഴിഞ്ഞാൽ തിമിംഗലമായിട്ടാണ് തോന്നുന്നത്. പക്ഷെ പലപ്പോഴും ഫുൾ ഫിറ്റ് കൊഞ്ചായി മാറുക. കാരണം എന്താ? ദൈവം ഇല്ല, ദൈവകൃപയില്ല, ദൈവത്തിന്റെ സാന്നിധ്യമില്ല. എബ്രായവാലന്മാർ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങൾക്ക് മറ്റൊന്നും ഇല്ലേലും ഈ പ്രവാസത്തിലാ, മറ്റൊന്നും ഞങ്ങളുടെ കൈവശം ഇല്ലേലും ഞങ്ങൾക്കൊരു ദൈവമുണ്ട്. പ്രൈസ് ഗോഡ്. എന്റെ ചെറുപ്രായം ഞാൻ കർത്താവിന് വേണ്ടി കൊടുത്താ കേട്ടോ. സുവിശേഷം ആദായ മാർഗത്തിന് വേണ്ടി ഉപയോഗിച്ചില്ല. മറ്റൊരാളുടെ പോക്കറ്റിൽ ഇരിക്കുന്ന എന്റെ പോക്കറ്റിൽ വരാൻ ഞാൻ പ്രസംഗിച്ചിട്ടില്ല. ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഈ ചൂണ്ടിക്കാണിക്കാൻ ഭൗതിക തലങ്ങളിലൊന്നുമില്ല. എന്നാൽ ഞങ്ങൾക്ക് ഒരു കാര്യം പറയാനുണ്ട്, ദൈവം ഞങ്ങളുടെ കൂടെ, ദൈവം കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഈ ഇന്നത്തെ ആധ്യാത്മിക സമൂഹത്തിൽ എല്ലാം ഉണ്ട്, ഇല്ലാത്ത ഒന്നുമില്ല, ഇല്ലാത്തത് കൊണ്ട്. പക്ഷെ ദൈവം ഇന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നു, ദൈവത്തിന്റെ സാന്നിധ്യം നഷ്ടപ്പെട്ടിരിക്കുന്നു, ദൈവകൃപ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇന്ന് രാത്രി ദൈവമക്കളെ, നമ്മുടെ കുടുംബത്തിലേക്ക്, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക്, നമ്മുടെ ശുശ്രൂഷയിലേക്ക് മുൻഗണന, ഒന്നാം സ്ഥാനം തമ്പുരാനായിരിക്കണം.
ഒരു ഭക്തൻ ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന സ്വത്വം, ദൈവം രണ്ടാം സ്ഥാനം ഏറ്റെടുക്കത്തില്ല, കൊടുക്കുകയാണെങ്കിൽ ഒന്നാം സ്ഥാനം കൊടുക്കണം. നമ്മുടെയൊക്കെ ജീവിതം ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ തമ്പുരാൻ എവിടെയാ? പ്രൈസ് ഗോഡ്. ഇന്ന് രാത്രികാല ദൈവമക്കളെ, എത്ര പേർക്ക് ഇന്ന് രാത്രി ഉറപ്പുണ്ട് ദൈവം ഞങ്ങളുടെ കുടുംബ ജീവിതത്തിന്റെ കൂടെ, ദൈവം ഞങ്ങളുടെ തലമുറയോടുകൂടെ, ദൈവം ഞങ്ങളുടെ ശുശ്രൂഷയോടുകൂടെ, ദൈവം ഞങ്ങളുടെ സഭയോടുകൂടെ ദൈവമുണ്ട്. നമ്മുടെ പിതാക്കന്മാരെ ഒക്കെ നോക്കിക്കേ, ചരിത്രം നോക്കിയാൽ നമുക്കറിയാം അവർക്ക് ഒന്നുമില്ലായിരുന്നു. പക്ഷെ അവർക്കൊരു കാര്യം ഉണ്ടായിരുന്നു. എബ്രായ ബാലന്മാര് പിതാക്കന്മാരൊക്കെ പറഞ്ഞ പോലെ അവർക്കൊരു ദൈവം ഉണ്ടായിരുന്നു. ദൈവം ഞങ്ങളുടെ കൂടെ. ഇന്ന് രാത്രികാലവും ഇത്ര വർഷം പിന്നിടുവാൻ ദൈവം കൃപ നൽകിയ മറ്റെന്തെങ്കിലും ഉണ്ടെന്നുള്ള ചാരിതാർത്ഥ്യത്തിലല്ല, ദൈവം കൂടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മാറ്റമില്ലാത്തവൻ, മാറാത്തവൻ. യോസഫ് കുണ്ടറയിൽ കിടക്കുമ്പോൾ, കാരാഗൃഹത്തിൽ കിടക്കുമ്പം യോസഫ് മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്, ആരും ഇവിടെ ഇല്ലെങ്കിലും ഹല്ലേലൂയ എന്റെ ദൈവം എന്റെ കൂടെ. പ്രൈസ് ഗോഡ്. ഇന്ന് രാത്രികാല ദൈവമക്കളെ, എത്ര പേർക്ക് ആ ഉറപ്പുണ്ട്? ആ ഉറപ്പുള്ളവർക്ക് ഹല്ലേലൂയ ക്രിസ്ത്യ ജീവിതത്തിൽ മുന്നോട്ട് പോകാനായിട്ട് കഴിയത്തുള്ളൂ. അതുകൊണ്ട് ഇന്ന് രാത്രി ചെറിയൊരു സമയമായി അവർ ദൈവത്തെ സേവിക്കുമ്പോൾ അവർ അധൈര്യപ്പെടാതെ ഉറച്ചു നിന്നതിന്റെ കാര്യം എന്താണെന്നറിയാമോ? ഈ സർവശക്തനായ ദൈവം ഞങ്ങളുടെ കൂടെ. ധന്യനായ പൗലോസ് പറയുന്നു, ദൈവം അനുകൂലമെങ്കിൽ, ദൈവം അനുകൂലമെങ്കിൽ, പ്രതികൂലം ഇല്ലെന്നല്ല, അതിന്റെ നടുവിൽ ഹല്ലേലൂയ ജയം തരാൻ മതിയായ ഒരു കർത്താവ്, അനുഗ്രഹിപ്പാൻ മതിയായ ഒരു കർത്താവ്, തല ഉയർത്തി നിർത്താൻ മതിയായ ഒരു കർത്താവ് ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്. രാത്രി ദൈവമക്കളെ, എന്തെല്ലാം ഉണ്ടെങ്കിലും ദൈവം ഇല്ലെങ്കിൽ ഒന്നുമില്ല കേട്ടോ. സീറോയാ, ശൂന്യമാ. എന്നാൽ ഇന്ന് രാത്രി ദൈവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ എല്ലാം ഉണ്ട്. ക്രിസ്തുവെ സന്തോഷകരമായ ഒരു ജീവിതം, സമാധാനകരമായിരിക്കുന്ന ഒരു ജീവിതം, ഹല്ലേലൂയ ദൈവകൃപയോടെയുള്ള ഒരു ജീവിതം ദൈവമക്കളെ നയിക്കാൻ ദൈവം നമുക്ക് കൃപ നൽകട്ടെ. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഒരു ചെറിയ സമൂഹമായി അവർ നിന്നെങ്കിലും ഒരിക്കൽ പോലും അധൈര്യപ്പെടാതെ ജീവിതത്തിന്റെ എല്ലാ വെല്ലുവിളികളും പ്രതിസന്ധികളും പരിശോധനകളും ഉറച്ചു നിന്ന ഒരു ചെറിയ സമൂഹം. അതിന്റെ മറ്റൊന്നുമല്ല, എന്താ അതിനെ അവരെ പ്രേരിപ്പിച്ച, മുന്നോട്ട് നയിക്കാൻ പ്രേരിപ്പിച്ച ഘടകം എന്താണെന്നറിയാമോ? ദൈവം ഞങ്ങളുടെ കൂടെ. നിരാത്തി ഉറപ്പ് വരുത്തണം കേട്ടോ. എത്ര പേർക്ക് ആ ഉറപ്പുണ്ട്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം എന്റെ കൂടെ ഉണ്ടെന്ന്. ചെറിയ കാര്യമാണോ? പ്രൈസ് ദി ലോർഡ്. സർവശക്തനായിരിക്കുന്ന ദൈവം ഞങ്ങളുടെ കൂടെ. ഇന്ന് രാത്രി ഈ മീറ്റിംഗിൽ അവന്റെ സാന്നിധ്യം, ആ ദൈവത്തിന്റെ കൃപ ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്. അതോർത്ത് ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്തു. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമോ? നിരാശ വരേണ്ടതായിരിക്കുന്ന സന്ദർഭങ്ങളിൽ പ്രത്യാശ കൊണ്ട് നിറഞ്ഞു ജീവിച്ച ഒരു സമൂഹമാണ് ഈ കൂട്ടര്. സ്തോത്രം. അതിന്റെ 1-ാം അധ്യായം 1-2 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. 1-ാം അധ്യായം 1-2 വാക്യങ്ങൾ. യഹൂദ രാജാവായ യെഹോയാക്കീമിന്റെ വാഴ്ചയുടെ 3-ാം ആണ്ടിൽ ബാബേൽ രാജാവായ നെബൂഖദ്നേസർ യെരുശലേമിലേക്ക് വന്ന് അതിനെ നിരോധിച്ചു. കർത്താവ് യഹൂദ രാജാവായ യെഹോയാക്കീമിനെ ദൈവത്തിന്റെ ആലയത്തിലെ പാത്രങ്ങളിൽ ചിലതിനെയും അവന്റെ കയ്യിൽ ഏൽപ്പിച്ചു. അവൻ അവയെ സിനാർ ദേശത്ത് തന്റെ ദേവന്റെ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോയി. ആ പാത്രങ്ങളെ അവൻ തന്റെ ദേവന്റെ ഭണ്ഡാരഗൃഹത്തിൽ വെച്ചു. മതി. ദൈവമക്കളെ സ്തോത്രം. ഈ ദാനിയേലും കൂട്ടർക്കും സംഭവിച്ച ഒരു നഷ്ടത്തിന്റെ കണക്കാ 1-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ദൈവത്തിന് സ്തോത്രം. ഒരു നഷ്ടമല്ല, അനേക നഷ്ടങ്ങൾ. എന്തൊക്കെയാ നഷ്ടത്? അവർക്ക് അവരുടെ രാജാവിനെ നഷ്ടപ്പെട്ടു, അവരുടെ രാജ്യം അവർക്ക് നഷ്ടപ്പെട്ടു, ആലയം നഷ്ടപ്പെട്ടു, ആലയത്തിലെ വിശുദ്ധ പാത്രങ്ങൾ നഷ്ടപ്പെട്ടു, അവരുടെ ജീവിതത്തിൽ അതിപ്രധാനമായ പലതും അവർക്ക് നഷ്ടപ്പെട്ടു. നമ്മുടെ ജീവിതത്തിൽ ഒരു നഷ്ടമാണെങ്കിൽ, ഒരു കഷ്ടമൊക്കെയാണ് എങ്ങനെയൊക്കെ പിടിച്ചു നിൽക്കും. സ്തോത്രം. 1, 2, 3, 4, 5, 6 ഇങ്ങോട്ട് വന്ന എത്ര പേര് പിടിച്ചു നിൽക്കും? ഒരു സ്തോത്രം പോയിട്ട് ഒരു പുഞ്ചിരി പോലും വരാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നേ നമ്മളെ വിഡ്രോ ചെയ്തേനെ ഈ ദൈവത്തെ. പിന്നെ നമ്മുടെ പ്രകൃതിയൊക്കെ അറിയാവുന്നത് കൊണ്ട് വലിയ നഷ്ടവും കഷ്ടവും ഒന്നും ഇല്ലാതെ ദൈവം ഒരു പരുവത്തിൽ നമ്മളെ കൊണ്ടുപോവുക. അതോർത്ത് ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ ദൈവത്തിന്റെ ദാസന്മാർ നോക്കി ഒരു നഷ്ടമല്ല, ഒരു കഷ്ടമല്ല, അനവിധമായ കഷ്ടങ്ങൾ, അനവിധമായ നഷ്ടങ്ങൾ. ഭയപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്, നിരാശപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. ഇനിയും മതിയെന്ന് വെച്ച്
പുറകോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ തുടരുന്നതിന്റെ കാരണം എന്താണെന്നറിയാമോ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്താ അതിന്റെ കാരണം? സ്തോത്രം. ജീവിതത്തിൽ നിരാശ വരേണ്ട സന്ദർഭങ്ങളിൽ പ്രത്യാശ കൊണ്ട് നിറഞ്ഞ് ജീവിച്ചതിന്റെ കാരണം എന്താന്ന്? ഇത്രയും നഷ്ടങ്ങളും കഷ്ടങ്ങളും ജീവിതത്തിൽ ഒക്കെ വരുമ്പോ നമുക്കറിയാം, ഞാൻ പലപ്പോഴും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നത്, നമ്മുടെ പിതാക്കന്മാരൊക്കെ പഠിച്ചു കഴിഞ്ഞാല് അവര് താഴോട്ട് പോകുന്ന പോലെ അവരുടെ ഗ്രാഫ് നമുക്ക് തോന്നുന്നത്. യോസഫിനെ ഒക്കെ നോക്കിക്കേ, ഈ പൊട്ടക്കിണർ തന്നെ വലിയൊരു ഇതാ അല്ലെ? ഭക്തനായ ഒരു മനുഷ്യൻ, വിശുദ്ധനായ ഒരു മനുഷ്യൻ, പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ, സ്വപ്നമുള്ള മനുഷ്യൻ, എന്തെല്ലാം ഉണ്ട്. അവിടുന്ന് പോകുന്നത് എങ്ങോട്ടാ? കുണ്ടറയിലേക്കാ പോകുന്നത്. ഇന്ന് വിശ്വാസത്തിലേക്ക് വരുമ്പോഴത്തേനും നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? മുന്നോട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക. അതൊരു മുന്നേറ്റമാണോ എന്നൊക്കെ നമുക്ക് എങ്ങനെ തിരുവചന വെളിച്ചത്തിൽ നമുക്ക് പറയാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. എന്നാൽ ഇന്ന് രാത്രി ഇവർക്കൊക്കെ പുറകോട്ട് പോകാൻ അല്ലെ നിർത്തി മതിയെന്ന് വെപ്പാൻ അവരൊന്നും ഇടയായി തീർന്നില്ല. സ്തോത്രം. ആരും ഇല്ലെങ്കിലും അവര് മുന്നോട്ട് കാലെടുത്ത് വെച്ചതിന്റെ ഒരു കാരണം, ഈ ദൈവം ഞങ്ങളുടെ കൂടെ ഉണ്ടെന്നേ. എല്ലാവരുടെയും കരുതലിനേക്കാൾ, സംരക്ഷണത്തെക്കാൾ, അതൊക്കെ അതിനേക്കാൾ അപ്പുറമായി ദൈവത്തിൽ അവർ അനുഭവിച്ചു, ആ ദൈവകൃപയെ അവർ അനുഭവിച്ചു. രാത്രി നിരാശ വരേണ്ട സന്ദർഭങ്ങളിൽ പ്രത്യാശ കൊണ്ട് നിറഞ്ഞ് ജീവിച്ചതിന്റെ ഒരു കാരണമുണ്ട്. 4-ാം അധ്യായം 32-ാം വാക്യത്തിന്റെ അവസാന ഭാഗത്ത് അവരൊരു സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട്. ഇങ്ങനെ പറയുന്നത്: അത്യുന്നതനായവൻ മനുഷ്യരുടെ സകല രാജത്വത്തിന്റെ മേലും വാഴുന്നു. നമ്മുടെ ദൈവം ആരാ? സകലത്തിന്മേലും വാഴുന്നവനാ. ഇവിടെ ഈ 1-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ ഈ രാജാവിനെയും രാജ്യവും ആലയവും വിശുദ്ധ പാത്രവും കൂടെ നെബൂഖദ്നേസറിന്റെ കയ്യിലോട്ട് ഏൽപ്പിച്ച ആരാ? ദൈവമാണെന്ന് പറയുന്നുണ്ട്. ദൈവം ഏൽപ്പിച്ചെന്ന് പറയുന്നുണ്ട്. ദൈവം ഏൽപ്പിച്ചേ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഞാൻ ഇന്ന് രാത്രി ചോദിക്കട്ടെ, ഏൽപ്പിക്കപ്പെട്ടവനാണോ വലിയവൻ? ഏൽപ്പിച്ചവനാണോ വലിയവൻ? സ്തോത്രം. ഏൽപ്പിച്ചവനാ വലിയവൻ. ബാബേൽ സാമ്രാജ്യത്തിലുള്ളവർക്ക് വലിയവൻ നെബൂഖദ്നേസർ ആയിരിക്കാം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ അറിയേണ്ടതുപോലെ അറിഞ്ഞവനെ രുചിച്ചറിഞ്ഞ് ജീവിക്കുന്നവർക്ക് മറ്റാരുമല്ല വലിയവൻ. സ്വർഗത്തിലെ ദൈവമാ വലിയവൻ. ദാനിയേലും കൂട്ടർക്കും അറിയാവുന്ന ഒരു കാര്യമുണ്ട്. എന്താ? ഏൽപ്പിക്കപ്പെട്ടവനല്ല വലിയവൻ, ഏൽപ്പിച്ചവനാ വലിയവൻ. അവൻ സകലത്തിന്മേലും വാഴുന്നവനാ. എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച നഷ്ടങ്ങളെല്ലാം, ഈ കഷ്ടങ്ങളെല്ലാം, ഈ വെല്ലുവിളികളെല്ലാം ആരുടെ അറിവോടെയാ? ദൈവത്തിന്റെ അറിവോടെയാ. ദൈവത്തിന്റെ ജ്ഞാനത്തിൽ നടക്കുന്ന സംഭവം. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ അറിവോടെ എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം റോമർ 8:28 പറയുന്നു: എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി അറിയുന്നു. രാത്രികാല നിയമങ്ങളെ, നമുക്ക് നിരാശപ്പെടാൻ ഒന്നുമില്ല കേട്ടോ. ഈ ഒരു ചിന്ത അകത്തോട്ട് കയറി കഴിഞ്ഞാൽ, റോബർട്ട് മറേ മിഷൻ എന്ന് പറഞ്ഞതായിരിക്കുന്ന ഒരു ദൈവത്തിന്റെ ദാസനുണ്ട്. ആ ദൈവദാസൻ വലിയ പ്രതിസന്ധിയിലൂടെ പോയപ്പോൾ തന്റെ പുസ്തകത്തിൽ 4 കാര്യം എഴുതി വെച്ചു. അതിൽ 1-ാമത്തെ കാര്യം പുള്ളി എഴുതിയത്: ഈ വലിയ പ്രതിസന്ധിയുള്ള സ്ഥലത്ത് ദൈവമാണ് എന്നെ കൊണ്ടുവന്നത്. 2-ാമത് അദ്ദേഹം പറഞ്ഞു, ഈ പ്രതിസന്ധിയുള്ള സ്ഥലത്ത് ദൈവം എന്നെ കൊണ്ടുവന്നെങ്കിൽ ദൈവം തന്റെ കൃപയാൽ എന്നെ സൂക്ഷിക്കും. 3-ാമത് അദ്ദേഹം പറഞ്ഞു, ഇവിടെ ചിലത് ദൈവത്തിന് എന്നെ പഠിപ്പിക്കാനുണ്ട്. സ്തോത്രം. അത് ദൈവദാസന്മാർ പഠിപ്പിക്കുന്ന പോലല്ല, സെമിനാരി പഠിപ്പിക്കുന്നത് പോലല്ല. പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മളെ പഠിപ്പിക്കുന്നത്. ദൈവം പഠിച്ചാലേ നമ്മൾ പഠിക്കത്തുള്ളൂ. ഹല്ലേലൂയ. ദൈവം പഠിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ചില വഴികളാണ് ചില നഷ്ടങ്ങൾ, ചില കഷ്ടങ്ങൾ, ചില പരിശോധനകൾ, ചില വെല്ലുവിളികൾ, ശോധനകൾ. അതിനകത്താണ് ദൈവമക്കളെ നമ്മൾ തെളിയുന്നത്. അവിടെയാ ദൈവത്തെക്കുറിച്ചുള്ള പുതിയ തിരിച്ചറിവുകൾ, പാഠങ്ങൾ, ദൈവീയ സത്യങ്ങൾ, അതിന്റെ മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്നത് അങ്ങനെയുള്ള വഴികളിലാണ്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ പാഠശാലയിൽ ഇരിക്കാത്തവർക്ക് ദൈവത്തിന്റെ രാജ്യത്തിൽ പ്രയോജനപ്പെടാൻ പറ്റില്ല. ഏത് സെമിനാരി പഠിച്ചാലും, ഏത് ഡിഗ്രി എടുത്താലും, തമ്പുരാന്റെ പാഠശാലയിൽ ഇരിക്കാത്തവർക്ക് ദൈവരാജ്യത്തിൽ ശോഭിക്കാൻ പറ്റത്തില്ല. നിരാത്രിക്കാലം തമ്പുരാന്റെ പാഠശാലയിൽ ഇരിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആ പാഠശാല ചാടിക്കിടക്കാൻ പറ്റത്തില്ല. കുറുക്ക് വഴിയൊന്നും പോകാൻ പറ്റത്തില്ല. അവിടെ പാസ്സായേ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ.
ഇന്ന് നമുക്ക് കാശ് കൊടുത്തും ആരെ സ്വാധീനിച്ചും നമുക്ക് ഏത് കസേര വേണേലും എടുക്കാൻ കേട്ടോ. എന്നാൽ തമ്പുരാൻ ഒരു ഷെയർ നൽകണമെങ്കിൽ, ദൈവം ഒന്ന് ഏൽപ്പിക്കണമെങ്കിൽ, ഹല്ലേലൂയ, എല്ലാം നന്നായി അറിയുന്ന ഒരു തമ്പുരാനാണ് നമ്മുടെ തമ്പുരാൻ. ഇന്ന് രാത്രികാലം ദൈവത്തിൽ നിന്ന് ശുശ്രൂഷ പ്രാപിക്കണം, ആ ദൈവകൃപ ഏറ്റെടുക്കണം. OMന്റെ ഡയറക്ടർ പലപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്. OMന്റെ ഡയറക്ടർ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, പെയിൻ ആണ് നമ്മുടെ ശുശ്രൂഷ. പെയിൻ ഇല്ലാത്തവന് ശുശ്രൂഷിക്കാൻ പറ്റത്തില്ല, വേദന അറിയാത്തവന് ശുശ്രൂഷിക്കാൻ പറ്റത്തില്ല. ഇന്ന് രാത്രി ജീവിതത്തിൽ ചില പെയിനിലൂടെ, വേദനയിലൂടെ പോയവർക്ക് മറ്റുള്ള ഒരു സമൂഹത്തിന് ആശ്വാസമായി, വിടുതലായി, അനുഗ്രഹമായി മാറാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം കഴിഞ്ഞ കാലങ്ങളിൽ ഇന്നയോളം ദൈവം അനുവദിക്കുന്ന എല്ലാ ശോധനകൾക്കായി, എല്ലാ കഷ്ടങ്ങൾക്കായി, എല്ലാ നഷ്ടങ്ങൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ഞാൻ പലപ്പോഴും ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്, പഴയ നിയമത്തിൽ തന്നെ ദൈവനാമത്തെ പ്രതി നഷ്ടങ്ങൾ സഹിച്ച അനേക ഭക്തന്മാരുണ്ട്. പുതിയ നിയമത്തിലെ സുവിശേഷത്തെ പ്രതി നഷ്ടങ്ങൾ സഹിച്ച അനേക ഭക്തന്മാരുണ്ട്. ഒരു നഷ്ടമല്ല, അനേക നഷ്ടങ്ങൾ. എന്റെ ജീവിതത്തിൽ ഇന്ന് വരെ എനിക്കൊരു ഷെയർ പോലും തന്നിട്ടില്ല കേട്ടോ. ഇവിടെ ഒരു കുടുംബ വീട് കിടപ്പുണ്ട്. ഞാനിങ്ങനെ വന്ന് ഒരു സത്രത്തിൽ ജീവിക്കുന്ന പോലെ നമ്മളിങ്ങനെ ജീവിക്കുക. ഞാൻ പറഞ്ഞത്, ഇന്ന് രാത്രികാലം ദൈവമക്കളെ സ്തോത്രം, യേശുവിന്റെ പിന്നാലെ ഇറങ്ങിയിട്ട് കോടാനുകോടികളുടെ ലാഭം വിളിച്ചു പോകുമ്പോൾ, അതിന് കൈയടിക്കുമ്പോൾ, ദൈവനാമത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച് ഹല്ലേലൂയ അനേക നഷ്ടങ്ങൾ, കട്ടങ്ങൾ സുവിശേഷത്തിന് നിമിത്തം അനുഭവിച്ച അനേക ഭക്തന്മാരുണ്ട്. ഹല്ലേലൂയ. അവരുടെ പ്രത്യാശ എവിടെയാ? ദൈവത്തിലാ. ഞങ്ങൾക്കൊരു ദൈവമുണ്ട്, ആ ദൈവം ഞങ്ങളെ വിടുവിക്കുന്ന ദൈവം, ആ ദൈവം ഞങ്ങളുടെ കൂടെ. പ്രൈസ് ഗോഡ്. ആ ദൈവിക ചിന്തകൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി ദൈവമക്കളെ, ഒരുപക്ഷെ നിങ്ങൾ പ്രഭാതത്തിലാണല്ലോ, ഈ പ്രഭാതത്തിൽ ഈ ചിന്ത അകത്തോട്ട് വെച്ചിട്ട് രാവിലെ ഇറങ്ങാവും. ചില വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ മാതാവ് ചില ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ ഞാൻ ഈ റോബർട്ട് മറയ മിഷന്റെ ഈ ചിന്ത പറഞ്ഞ് എൻ്റെ മാതാവിനെ ആശ്വസിപ്പിച്ചത്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ സമയമാകുമ്പോൾ ദൈവം മുഴു ശക്തിയോടെ ഇറങ്ങി വരും. ഹല്ലേലൂയ. മുഴു ശക്തിയോടെ ദൈവം ഇറങ്ങി വരും. ദൈവം അവിടുന്ന് ദൈവം ഉദ്ധരിക്കും. ഞാൻ ആ ഭാഗം വിടുക, സമയം മുന്നോട്ട് പോകുന്നല്ലോ. മൂന്നാമതൊരു ചിന്തയും കൂടെ പറഞ്ഞ് എൻ്റെ മെസ്സേജ് കൺക്ലൂഡ് ചെയ്യട്ടെ. മൂന്നാമത്തെ ചിന്ത എന്ന് പറയുന്നത്, ഇതിനകത്ത് നമ്മൾ ധ്യാനിച്ച ഒരു കാര്യമുണ്ട്, വായിച്ച ഒരു കാര്യമുണ്ട്. ദാനിയേൽ, അസരിയാവ്, മീശയേൽ, അസരിയാവ് എന്നിവർക്ക് തുല്യനായ ഒരുത്തനെയും കണ്ടില്ല. അടുത്ത സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ്, സകല ആഭിചാരകന്മാരും മന്ത്രവാദികളും എത്ര ഇരട്ടി വിശിഷ്ടരായിട്ടാണ് അവരെ കണ്ടത്? 10 ഇരട്ടി വിശിഷ്ടരായി. നമ്മളെ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമോ? ഒരു ആകർഷണീയമായ ഒരു ജീവിതമാണ്, ഒരു അട്രാക്റ്റീവായ ജീവിതമാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. ഞാൻ നോർത്തിലൊക്കെ ആയിരിക്കുന്ന സമയത്ത്, ബോംബെയിലൊക്കെ ആയിരിക്കുമ്പോൾ നമ്മുടെ ഒരു സ്നേഹിതനുണ്ട്, ഒരു ബിലിഗ്രാമിന്റെ ഒരു മിഷണറി. അദ്ദേഹം കുടുംബവും എൻ്റെ വീട്ടിലോട്ട് വരുമ്പം ജീവിതത്തിൽ ഭാരവും പ്രയാസവും പ്രതിസന്ധികളൊക്കെ വെല്ലുവിളികളൊക്കെ ഉണ്ടെങ്കിലും ഈ കുടുംബം വീട്ടിലോട്ട് വരുമ്പോഴത്തേന് അങ്ങ് കളർഫുൾ ആകുക, ലൈഫ് അങ്ങ് കളർഫുൾ ആകുക. ഞങ്ങൾ പലപ്പോഴും ഇരുന്ന് പ്രാർത്ഥിക്കും, കർത്താവേ ആ കുടുംബത്തെ ഞങ്ങളുടെ വീട്ടിലോട്ടൊന്ന് അയക്കണേ. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ഭാരങ്ങളും വേദനകളും നിരാശകളൊക്കെ മറക്കുക, ക്രിസ്തുവിൽ എൻജോയ് ചെയ്യാൻ, സന്തോഷിപ്പാൻ, പിന്നെയും സന്തോഷിപ്പാൻ കൃപ തരിക. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നിരാധിക്കാലം ദൈവമക്കളെ, എന്നാൽ ചിലരുണ്ട്, ചിലർ വീട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഉള്ള മറ്റും കൂടെ എന്ത് ചെയ്യും? പോവും. അന്യഭാഷയൊക്കെ പറയുമെങ്കിലും ഒന്ന് ചിരിക്കാത്ത വിശ്വാസ സമൂഹമുണ്ട്. രാത്രി ഞാൻ പറയാം, 2 മണിക്കൂർ പ്രസംഗിക്കുന്നതിനേക്കാൾ വലിയൊരു മെസ്സേജ് ഒരു പുഞ്ചിരി. പ്രൈസ് ദി ലോർഡ്. നമുക്ക് വേദനകളും പ്രയാസവും ഒക്കെ ഉണ്ടെങ്കിലും നമ്മൾ ഇറങ്ങി നടക്കുമ്പോൾ നമ്മുടെ സഹപ്രവർത്തകരെ കാണുമ്പോൾ ഒന്ന് ചിരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഹല്ലേലൂയ, ആ മുഖത്താണ് നിങ്ങളെ ക്രിസ്ത്യൻ പറയുന്നത്. ക്രിസ്തുവിൽ സന്തോഷിക്കുകയും ആ തിരുവചനത്തിൽ സന്തോഷിക്കുകയും അതിനെ ഫോളോ ചെയ്യുകയും ചെയ്യുന്ന ഒരു ജീവിതമാണ് ക്രിസ്ത്യ ജീവിതം എന്ന് പറയുന്നത്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അതുകൊണ്ട് പൗലോസ് പറയും, ഞങ്ങൾക്ക് സന്തോഷിക്കാൻ വേറൊരു കാര്യവുമില്ല, കർത്താവ് മാത്രമാ, അവനാ ഞങ്ങളുടെ സന്തോഷം. രാത്രി കർത്താവിൽ സന്തോഷിക്കുന്ന വേറെ ഒന്നിനുമല്ല സന്തോഷം, കർത്താവ്. ഒരുപക്ഷെ കാനവച്ചനൊക്കെ പറയുന്ന ഒരു എക്സാമ്പിൾ ഉണ്ട്. ലണ്ടൻ പട്ടണത്തിലെ സാധു സുന്ദർ സിംഗ് വന്നപ്പം ഒരു LKG പഠിക്കുന്ന ഒരു കുഞ്ഞ് ഈ സാധു സുന്ദർ സിംഗ് ഈ മുട്ടയിരുന്നൊക്കെ പ്രാർത്ഥിക്കുന്നതൊക്കെ കാണുമ്പം
പലപ്പോഴും ഈ സാധു സുന്ദർ സിംഗിനോട് ഈ കുഞ്ഞിന് വർത്താനം പറയണമെന്നുണ്ട്. ഒരു ദിവസം സ്കൂൾ വിട്ടു പോയപ്പോ സാധു സുന്ദർ സിംഗിനെ കാണുന്നില്ല, മനുഷ്യനെ കണ്ടില്ല. മമ്മിയോട് ചോദിച്ചെന്നാ പറയുന്നത്, മമ്മി നമ്മുടെ വീട്ടിൽ വന്ന യേശു എവിടെ പോയെന്ന്. സ്തോത്രം. ആ LKG പഠിക്കുന്ന കുഞ്ഞാണെങ്കിൽ ആ കുഞ്ഞിന്റെ മനസ്സിൽ തോന്നി എന്താണെന്നറിയാമോ? ഈ മനുഷ്യൻ 2 കരങ്ങൾ ഉയർത്തി റൂമിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ മനസ്സിൽ വന്ന ഒരു പിക്ചർ യേശു ആണെന്നാ. നമ്മുടെ ഇന്നത്തെ ആധ്യാത്മിക സമൂഹം എവിടാ ദൈവമക്കളെ? അതിനു വേണ്ടി നാം പ്രാർത്ഥിക്കുക, ദൈവശക്തി ഇറങ്ങാൻ പ്രാർത്ഥിക്കുക, ദൈവകൃപ ഇറങ്ങാൻ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. ജോനാഥാൻ ഗോഫർത്ത് എന്ന് വർത്താനിക്കുന്ന ഒരു ദൈവത്തിന്റെ ദാസൻ ഉണർവിന് വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പൊ ദൈവത്തിന്റെ ആത്മാവ് ജോനാഥാൻ ഗോഫർത്തിനോട് പറഞ്ഞു, ജോനാഥാൻ ഗോഫർത്തെ, നീ ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന നല്ലതാ, പക്ഷെ ആ ഉണർവിന്റെ വില കൊടുക്കാൻ നീ തയ്യാറല്ലെങ്കിൽ നീ ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കരുത്. പ്രൈസ് ദി ലോർഡ്. ആ ദൈവത്തിന്റെ ദാസൻ പറഞ്ഞു, കർത്താവേ, ഞാൻ എന്ത് വിലയും കൊടുക്കാൻ തയ്യാറാ. അപ്പൊ ദൈവത്തിന്റെ ആത്മാവ് ചോദിച്ചു, നിന്റെ സഹോദരനോട് നീ മിണ്ടിയിട്ട് എത്ര നാളായെന്ന് ചോദിച്ചു. അപ്പൊ ജോനാഥാൻ ഗോഫർത്ത് പറഞ്ഞു, ദൈവമേ, അത് എന്റെ കുഴപ്പം കൊണ്ടല്ലല്ലോ, അവന്റെ കുഴപ്പം കൊണ്ടല്ലേ. അപ്പൊ ദൈവത്തിന്റെ ആത്മാവ് ജോനാഥാൻ ഗോഫർത്തിനോട് പറഞ്ഞു, നീ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, എന്ത് വിലയും ഞാൻ തയ്യാറാ. അപ്പൊ സറണ്ടർ ചെയ്തു, സഹോദരനോട് പോയി നിരപ്പ് പ്രാപിച്ചു. ആ മനുഷ്യനെ ഉണർവിന് വേണ്ടി ദൈവം ഉപയോഗിച്ചു കേട്ടോ. ഇന്ന് നമ്മൾ മീഡിയയിൽ കൂടെ നമ്മുടെ ആധ്യാത്മിക ലോകത്തിന്റെ തകർച്ച അതപ്പതൻ ഒരു വശത്ത് കണ്ടുകൊണ്ടിരിക്കുക. ഞാനതാ പറഞ്ഞത്, തമ്പുരാന്റെ അരിപ്പയ്ക്കകത്തൂടെ അരിച്ചു കഴിയുമ്പം ഇന്നത്തെ പ്രസിദ്ധന്മാരൊക്കെ അപ്രസക്തരായി മാറി എവിടെയോ കാട്ടിലോ മേട്ടിലോ വനാന്തരത്തിലോ 2 ചപ്പാത്തിയൊക്കെ കഴിച്ച് കർത്താവിന്റെ രാജ്യത്തിൽ ആരും അറിയാതെ പ്രയോജനപ്പെടുന്ന ദൈവത്തിന്റെ ഭക്തന്മാരുണ്ട്. പ്രൈസ് ഗോഡ്. വേദപുസ്തകം ബഹുമാനിക്കേണ്ടവനെ ബഹുമാനിക്കാൻ പഠിപ്പിക്കുന്ന പുസ്തകമാണ്, ആദരിക്കേണ്ടവനെ ആദരിക്കാൻ പഠിപ്പിക്കുന്ന പുസ്തകമായി. ഇന്ന് രാത്രി ഈ തിരുവചനത്തിനായി ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. എനിക്ക് നല്ല ബോധ്യമുണ്ട്. പൗലോസ് പറഞ്ഞു, ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം പ്രാപിക്കാൻ ഞാൻ അവിടെ ചെല്ലുമ്പോൾ ദൈവത്തിന്റെ ഒരു അനുമോദനം. ഇന്ന് രാത്രി ദൈവത്തെ പിൻപറ്റുന്ന ഒരു സമൂഹത്തിന് ഈ കയ്യടി ഈ ലോകത്തിൽ കിട്ടിയില്ലെങ്കിൽ നിത്യതയിൽ ചെല്ലുമ്പോൾ തമ്പുരാന്റെ ഒരു അനുമോദനം, ഒരു കരഘോഷം ഉണ്ടെന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. ഇവിടെ പറയുന്നല്ലോ, ഇവരെ കുറിച്ച് പറയുന്നത് എന്താ ദൈവമക്കളെ? അവരെ പോലെ വേറൊരുത്തരെയും കണ്ടില്ലെന്ന്. അവര് നമ്പർ 1 ആയിരുന്നു. നമ്മൾ നമ്പർ 1 എവിടാ? നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്ന ആരോഗ്യത്തിൽ നമ്പർ 1 ആകണം, സൗന്ദര്യത്തിൽ നമ്പർ 1 ആകണം, വീട് വെക്കുന്നതിൽ ഞാൻ നമ്പർ 1 ആകണം, എൻ്റെ എഡ്യൂക്കേഷനിൽ നമ്പർ 1 ആകണം. പ്രൈസ് ദി ലോർഡ്. ഇതൊക്കെയാണ് നമ്മുടെ ലോകത്തിൽ എങ്ങനെയെങ്കിലും ഒരു നമ്പർ 1 ആകാം. ദൈവരാജ്യത്തിൽ നമ്മൾ എവിടാ? പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ദൈവമക്കളെ, നമ്മുടെ ചിന്ത മാറട്ടെ. ഇന്ന് രാത്രി കർത്താവേ, ദൈവരാജ്യത്തിൽ കുറേയും കൂടെ ദൈവകൃപയിൽ വർദ്ധിപ്പാൻ, വിശുദ്ധിയിൽ വർദ്ധിപ്പാൻ, പ്രാർത്ഥനാ ജീവിതത്തിൽ വർദ്ധിപ്പാൻ, തമ്പുരാനോടുള്ള അകലം ഈ ദിവസങ്ങളിൽ അതിന്റെ ക്യാപ്പ് കുറയ്ക്കാൻ, ദൈവത്തോട് ഒന്നുകൂടെ അടുക്കാൻ, നിന്റെ രാജ്യത്തിൽ ഒരു കൊള്ളാവുന്നവനായി, തികഞ്ഞവനായി, പ്രാപ്തനായി തീരാൻ കർത്താവേ എനിക്ക് ആഗ്രഹമുണ്ട്. നീ എന്നെ സഹായിക്കണം. നോക്കിക്കേ, ഇവരെ കുറിച്ച് പറയുന്നു, അവരെ പോലെ വേറൊരുത്തരം കണ്ടില്ല. പിന്നെ പറയുന്നത്, സകല മന്ത്രവാദികളും ആഭിചാരകന്മാരും എത്ര ഇരട്ടിയാ? 10 ഇരട്ടി. ഞാൻ പലപ്പോഴും ചിന്തിക്കും, ഒരു 2, 3. സ്തോത്രം. അതുകൊണ്ടാ സിംഹക്കുഴി വന്നപ്പം പുഞ്ചിരിയോടെ നിന്നത്. എരിയുന്ന തീച്ചുളയുടെ മുമ്പിൽ ആകുലതയില്ലാതെ ഞങ്ങൾക്കൊരു ദൈവമുണ്ട്, ആ ദൈവം വിടുവിക്കെന്ന് പറഞ്ഞതിന്റെ കാരണം എന്താണെന്നറിയാമോ? 10 ഇരട്ടി കൃപ, അഭിഷേകം, ആത്മനിറവ്, ആത്മശക്തി. ഞാൻ വാക്ക് നിർത്തുക. വെയിൽസിൽ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് വാക്ക് നിർത്തട്ടെ, സമയം മുന്നോട്ട് പോകുന്നല്ലോ. വെയിൽസിൽ ഒരു ഉണർവുണ്ടായപ്പോൾ അനേക ചരിത്രങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. വെയിൽസിൽ ഒരു കുടുംബത്തിൽ ഒരു സഹോദരി രക്ഷിക്കപ്പെട്ട് മുന്നോട്ട് വന്നു. അപ്പൊ ഭർത്താവിനും ഇഷ്ടമല്ല, മക്കൾക്കും ഇഷ്ടമല്ല. അപ്പൊ ഇടദിവസം ഒരു ബൈബിൾ സ്റ്റഡിക്ക് ഈ പുള്ളിക്കാരി പോയി. ഭർത്താവ് വീട്ടിൽ വന്നപ്പം വേലക്കാരിയോട് ചോദിച്ചപ്പം ഭാര്യ എന്ത് ചെയ്ത് ചോദിച്ചപ്പം പറഞ്ഞു, ഭാര്യ പ്രാർത്ഥനയ്ക്ക് പോയി, ബൈബിൾ സ്റ്റഡിക്ക് പോയെന്ന് പറഞ്ഞു. കുറച്ചു നേരം കാത്തിരുന്നു. ഭാര്യ ഉണ്ടാക്കി വെച്ചിരുന്ന ആഹാരം കഴിച്ച് ഭർത്താവ് കയറി കിടന്നു. രാത്രി 9:30 ആയപ്പം ഭാര്യ മടങ്ങി വന്നു. ലിവിംഗ് റൂമിൽ വന്ന് ഡോറെ തട്ടി.
ഭർത്താവ് ചിന്തിച്ചു, അവൾ ഇച്ചിരി നേരം വെളിയിൽ നിൽക്കട്ടെ. സ്വോത്രം. ഒരു പണിഷ്മെന്റ് കൊടുത്തതാ. എന്താണേലും വാതിൽ തുറന്നില്ല. പുള്ളിക്കാരി വെളിയിൽ ഇരുന്ന് കുറച്ചു നേരം ഇരുന്നു. നല്ല തണുപ്പുണ്ട്. കൊണ്ടുപോയി ഷോള് പുതച്ച് ആ ലിവിംഗ് റൂമിനോട് ചേർന്നിരുന്ന് അങ്ങ് ഉറങ്ങിപ്പോയി. രാവിലെ നേരം വെളുത്തപ്പോൾ ആ പുള്ളിക്ക് ബുദ്ധി ഉദിച്ചത്, പുള്ളി എഴുന്നേറ്റ് ചെന്ന്, അയ്യോ ഭാര്യ വെളിയിലാണല്ലോ. കതക് ചെന്ന് തുറന്നപ്പോൾ ഉറങ്ങിയിരുന്നത് കൊണ്ട് പുള്ളിക്കാരി ഈ ലിവിംഗ് റൂമിനകത്തോട്ട് മറിഞ്ഞു വീണു. ആ വീട്ടിലെ ടൈം ടേബിൾ എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? രാവിലെ ഭാര്യ ബെഡ് കോഫി ഭർത്താവിന് കൊടുത്തിട്ട് ഭർത്താവാ ചോദിക്കുന്നത്, എടി ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് എന്താ ഉള്ളത്? അന്ന് ആ വീട്ടിൽ സംഭവിച്ചത് എന്താണെന്നറിയാമോ? ഈ ഭാര്യ അവിടെ അതിനകത്ത് മറിഞ്ഞു വീണ് എന്താ സംഭവിക്കുന്നതെന്ന് അറിയത്തില്ല. പെട്ടെന്ന് കാര്യങ്ങളൊക്കെ മനസ്സിലായി. ആദ്യം ഈ ഭാര്യ ഭർത്താവിനോട് ചോദിച്ചത് എന്താണെന്നറിയാമോ? നിങ്ങൾ ഇന്ന് ബെഡ് കോഫി കുടിച്ചോ? രണ്ടാമത് ചോദിച്ചത് എന്താണെന്നറിയാമോ? ഇന്ന് അച്ചായന് ബ്രേക്ക്ഫാസ്റ്റിന് എന്താ വേണ്ടത്? ക്രിസ്ത്യ ജീവിതം എന്ന് പറയുന്നത് ദൈവമക്കളെ രണ്ട് കൈയടിക്കുന്നതോ എന്തെങ്കിലുമൊക്കെ ഒരു ഭാഷ പറഞ്ഞ് ഒരു ഉപരിവിപ്ലവമായിരിക്കുന്ന ഒരു പ്രകടനം നടത്തി ഫുൾഫിറ്റ് അടിച്ച് തകർത്ത് പോകുന്നതല്ല ക്രിസ്തീയ ജീവിതം, ആത്മീയ ജീവിതം എന്ന് പറയുന്നത്. ആ ചരിത്രം അവിടെ കൊണ്ട് തീരുന്നില്ല കേട്ടോ. തന്റെ ഭർത്താവ് ലിവിംഗ് റൂമിൽ മുട്ടുമടക്കി. തന്റെ ഭർത്താവ് രക്ഷിക്കപ്പെട്ടത് ദൈവമക്കളെ ഹല്ലേലൂയ കൺവെൻഷൻ സ്ഥലത്തല്ല, കാത്തിരിപ്പ് യോഗത്തിന്റെ നടുവിലല്ല, മിറക്കിൾ ക്രൂസൈഡിലല്ല, 40 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയുടെ നടുവിൽ പ്രവാചകൻ കൈവച്ച് ദൂത് പറഞ്ഞല്ല തന്റെ പ്രിയപ്പെട്ടവർ രക്ഷിക്കപ്പെട്ടത്. തന്റെ ഭർത്താവിന്റെ തന്റെ ഭാര്യയുടെ ആകർഷണീയമായ സമീപനം, അട്രാക്റ്റീവ് ആയിരിക്കുന്ന ജീവിതം, ആ ക്രൂശിന്റെ സ്നേഹം, ഇത് പ്രതിഫലിക്കേണ്ടടുത്ത് പ്രതിഫലിക്കണം. ഇന്ന് ലോകം മുഴുവൻ പല കാര്യപരിപാടികളൊക്കെ നടക്കുന്നുണ്ട്, നടന്നോട്ട്. എന്നാലും ഇന്ന് രാത്രി ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു ചെറുപ്പക്കാരന്റെ സാക്ഷ്യം കേട്ടു. ഈ റെയിൽവേയുടെ ഉന്നത ഒരു എഞ്ചിനീയറാ പുള്ളി, ഒരു ചെറുപ്പക്കാരൻ. അപ്പൊ പുള്ളി ഒരു പ്രൊഡക്റ്റ്, റെയിൽവേയുടെ എന്തോ ഒരു പ്രൊഡക്റ്റ്, ഒരു പക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ആ സാക്ഷ്യം. ഒരു സാധനം ഉണ്ടാക്കിയ ആ മനുഷ്യൻ, ആ ഉണ്ടാക്കിയ സാധനത്തിൽ എന്തോ ഒരു റിമാർക്ക്, പക്ഷെ മറ്റുള്ളവർക്ക് കണ്ടാൽ അത് മനസ്സിലാകത്തില്ല. പക്ഷെ ഇത് കയറി പോകണമെങ്കിൽ ഈ ചെറുപ്പക്കാരൻ സൈൻ ചെയ്യണം. കൂട്ടുകാരെല്ലാം പറയടാ മോനെ നീ സൈൻ ചെയ്ത് ആർക്കാ കുഴപ്പം? കോടികളിലെ ബഡ്ജറ്റാ. ആ ചെറുപ്പക്കാരൻ പറഞ്ഞു ഞാൻ ചെയ്യത്തില്ല. റെയിൽവേയുടെ ഒരു ഉന്നത എഞ്ചിനീയർ വന്ന് ഈ മനുഷ്യനോട് ചോദിച്ചു, സഹോദര നീ എന്താ അതിന് സൈൻ ചെയ്യാന്ന് ചോദിച്ചപ്പം പറഞ്ഞു ഞാനൊരു ക്രിസ്ത്യാനിയാന്ന് പറഞ്ഞു. ദൈവമക്കളെ 2 മണിക്കൂർ പ്രസംഗം എന്തിനാ? നമ്മൾ ഈ കാലഘട്ടങ്ങളിൽ അവിടെ ഇവിടെയൊക്കെ ഉച്ചഭാഷണികൾ വെച്ച് നമ്മൾ പല കാര്യങ്ങളൊക്കെ ചെയ്യുക. ലോകം മുഴുവൻ അത് വൈറലായി. ഒരു വാക്കേ പറഞ്ഞുള്ളൂ, ഞാനൊരു ക്രിസ്ത്യാനി, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല. ഇന്ന് എത്ര പെന്തക്കോസുകാരന് ഇത് പറയാൻ പറ്റും? ഞാനൊരു ദൈവദാസൻ, എത്ര ദൈവദാസന്മാർക്ക് എങ്ങനെ പറയാനായിട്ട് പറ്റും? ഞാനൊരു ദൈവവൈതല, ഞാനത് ചെയ്യത്തില്ല, എനിക്കത് പറ്റിയതല്ല, ഞാനതിന് മാറിയിരിക്കുന്നു എന്ന് പറയാൻ എത്ര പേർക്ക് കഴിയും? ഹല്ലേലൂയ. മക്കളെ ഒരു ദൈവം പ്രസാദിക്കുന്ന ഒരു മനുഷ്യനായി, ദൈവത്തിന് പ്രസാദമുള്ള ഒരു ദൈവവൈതലായി, ദൈവത്തിന്റെ കരങ്ങളിൽ പ്രയോജനപ്പെടാൻ കൊള്ളാവുന്ന ഒരു ദൈവമനുഷ്യനായി നാം തീരണം. ഒരു കാര്യം ഞാൻ ഓർപ്പിക്കാം, ദൈവരാജ്യത്തിലോട്ട് കയറാൻ തല കൊരിച്ചു കൊടുത്തെങ്കിലേ പറ്റുള്ളൂ കേട്ടോ. നമ്മൾ എത്ര വലിയ പുളിയാണെങ്കിലും നമുക്ക് ദൈവത്തെ സ്വാധീനിക്കാൻ പറ്റത്തില്ല. ദൈവരാജ്യത്തിലോട്ട് കാലെടുത്ത് വെക്കണമെങ്കിൽ, പ്രയോജനപ്പെടണമെങ്കിൽ തമ്പുരാന്റെ മുമ്പിൽ ഒന്ന് തല കുനിച്ചു കൊടുക്കണം. ആർക്കും അവൻ സ്വീകരിക്കും, ദൈവം ഉപയോഗിക്കും. ഞാൻ വാക്ക് ഇവിടെ നിർത്തുകയാ. നിരാത്തിക്കാലം ചെറിയൊരു സമൂഹം, അവരെന്തുകൊണ്ട് ശോഭിച്ചു? ദൈവം അവരുടെ കൂടെ. നിരാശ വരേണ്ട സന്ദർഭങ്ങളിൽ, അനവധിതമായ നഷ്ടകഷ്ടങ്ങളുടെ നടുവിൽ പ്രത്യാശ കൊണ്ട് നിറഞ്ഞ് ജീവിച്ചതിന്റെ കാരണം എന്താ? ഇന്നും ഞങ്ങളുടെയൊക്കെ മുഖത്ത് പുഞ്ചിരി വരുന്നതിന്റെ കാരണം എന്താണെന്നറിയാമോ? ദൈവം കൂടെ. ദൈവകൃപ ജീവിതത്തിൽ അനുദിനം അനുഭവിപ്പാൻ ദൈവം കൃപ നൽകുന്നു. ആ ദൈവം നല്ലവൻ. രാത്രി ദൈവമക്കളെ, കുറച്ച് നാളുകൂടെ ദൈവം നമുക്ക് ഭൂമിയിൽ ആയുസ് തരുമ്പോൾ ഹല്ലേലൂയ ഒരു അട്രാക്റ്റീവ് ജീവിതമായി, ഞാനൊരു വീട്ടിൽ ചെന്നാൽ, ഒരു വ്യക്തിക്ക് കൈ കൊടുത്താൽ, ഒരു സഭയ്ക്കകത്തോട്ട് കയറി ചെന്നാൽ, നമുക്കറിയാം പവർ കട്ടുള്ള സമയത്ത് എന്ത് ബുദ്ധിമുട്ടാ. അത് മാറി ഒരു ബൾബ് ആ കരണ്ട് വരുമ്പോഴത്തേനുള്ള ഒരു സന്തോഷം എത്ര വലുതാ. അതുപോലെ ആയിരിക്കണം ദൈവത്തിന്റെ പൈതൽ. സ്വന്തം ഭവനത്തിൽ
ദേശത്തെ സമൂഹത്തിൽ, ഇരുളടഞ്ഞ സമൂഹത്തിൽ ഒരു പ്രകാശമായി, ഒരു അനുഗ്രഹമായി ശോഭിപ്പാൻ ഇന്ന് രാത്രി എല്ലാവരെയും ആഹ്വാനം ചെയ്തുകൊണ്ട് എനിക്ക് തന്ന അവസരങ്ങൾക്ക് നന്ദി പറഞ്ഞ് കർത്താവ് ഏവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ആശംസിച്ച് ഇത് വാക്ക് നിർത്തുന്നു. എനിക്ക് കുടുംബം, 2 മക്കളുണ്ട്. മോടെ വിവാഹം കഴിഞ്ഞു, മോക്കൊരു കുഞ്ഞായി. എൻ്റെ മോനെ ഗ്രാജുവേഷൻ കഴിഞ്ഞു. ഞങ്ങൾ നോർത്തിലെ കർത്താവിന്റെ പേരെയുള്ള ബന്ധത്തിലായിരിക്കുന്നു. ഇപ്പോൾ ശാരീരികമായിരിക്കുന്ന ചില പ്രയാസങ്ങളുടെ ഒക്കെ നടുവിൽ കൂടെ ഞാൻ കടന്നു പോവുകയാണ്. എൻ്റെ നടുവിനൊരു വിഷമമൊക്കെ വന്നു. അത് ബൾജായി. ഞാനൊരു 6 മാസം പ്രായമുള്ള ഒരു കുഞ്ഞിനെ പോലെ ആയിരുന്നു. എഴുന്നേക്കുമെന്നൊരു ചിന്തയൊന്നും വന്നല്ല. തമ്പുരാൻ എഴുന്നേൽപ്പിച്ചു. അല്പം പ്രയാസമുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ എളിയവനെയും കൂടെ ഓർക്കണമേ എന്ന് പ്രാർത്ഥിച്ച് വാക്ക് നിർത്തുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവ് വന്നാൽ നമുക്ക് നിത്യതയിൽ കാണാൻ ദൈവം കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ച് ആശംസിച്ച് വാക്ക് നിർത്തുന്നു. കർത്താവ് നമ്മെ ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം.